നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ശക്തി തൊട്ടറിഞ്ഞതോടെ ആകെ സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് ഓന്ത് സന്ദീപ്. ചുരുക്കി പറഞ്ഞാൽ മുൻ DGP ആർ ശ്രീലേഖയെ മത്സര രംഗത്ത് ഇറക്കിയതോടെ ആകെ കുരുപൊട്ടിയ അവസ്ഥയിലാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് മറുകണ്ഠം ചാടിയ സന്ദീപ് വാര്യർ. ശ്രീലേഖ അടക്കം പ്രമുഖരെ നിർത്തി കോർപ്പറേഷൻ പിടിക്കാനാണ് BJP ശ്രമം. ഇതോടെ ശ്രീലേഖ മുമ്പ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടം സംബന്ധിച്ച് നടത്തിയ പരാമർശം ചർച്ചയാക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സന്ദീപ് വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം BJPക്കിട്ട് ചൊറയണം, അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് വിഷയം വീണു കിട്ടിയത്. ഹിന്ദുക്കളെ എതിരാക്കി ശ്രീലേഖയ്ക്കെതിരെ പൊരുതാമെന്നാണ് സന്ദീപിന്റെ കണക്കുകൂട്ടൽ. ആചാരത്തിന്റെ പേരിൽ കുട്ടികളെ ശാരീരികമായും മാനസികമായും പീഡനത്തിന് ഇരയാക്കുകയാണ് കുത്തിയോട്ടത്തിലൂടെ ചെയ്യുന്നത് എന്നായിരുന്നു ശ്രീലേഖയുടെ വിമർശനം. ദേവീപ്രീതിക്കായി കുട്ടികളുടെ ചോര വരെ എടുക്കുന്ന പ്രാകൃതമായ രീതി ക്രിമിനൽ കുറ്റമാണ്. ഇത് അവസാനിപ്പിക്കാൻ ഭക്തരും ക്ഷേത്ര ഭാരവാഹികളും തയ്യാറാകണം. കുട്ടികളുടെ അനുമതി പോലും ഇല്ലാതെയാണ് മാതാപിതാക്കളും ക്ഷേത്ര ഭാരവാഹികളും ഗൂഢാലോചന നടത്തി കുട്ടികളെ പീഡിപ്പിക്കുന്നത്. കുത്തിയോട്ടത്തെ ആൺകുട്ടികളുടെ തടവറ എന്ന് പറയേണ്ടി വരുമെന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു. നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുത്തിയോട്ടം. കുത്തിയോട്ടത്തോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറ്റുകാൽ വിശ്വാസിയായ താൻ ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്നില്ലെന്ന് ശ്രീലേഖ തന്റെ ബ്ലോഗിലൂടെ പറഞ്ഞിരുന്നു. ശ്രീലേഖയുടെ ഈ പരാമർശത്തിന് പിന്നാലെ ബാലാവകാശ കമ്മീഷൻ കുത്തിയോട്ടത്തിനെതിരെ കേസെടുത്തിരുന്നു. പിന്നാലെ സംഘപരിവാർ സംഘടനകളും മുസ്ലിം സമുദായത്തിലെ സുന്നത്ത് കല്യാണത്തിനെതിരെ പരാതി നൽകി. ഇതോടെ ബാലാവകാശ കമ്മീഷൻ വെട്ടിലാവുകയും ചെയ്തു. ഈ വിവാദമാണ് സന്ദീപ് കുത്തിപ്പൊക്കിയെടുത്തിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച ആർ ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്നാണ് സന്ദീപ് തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനകളോടും പ്രവർത്തകരോടും ഒക്കെ ചോദിക്കുന്നത്. എന്നാൽ സന്ദീപിന്റെ ഈ കുത്തിപ്പൊക്കലുകൾ ഒന്നും വിലപ്പോകില്ല എന്നതാണ് വാസ്തവം. ഓരോ വ്യക്തികളെയും കുറിച്ചും കൃത്യമായി പഠിച്ച ശേഷമാണ് അവരെ സ്ഥാനാർത്ഥിയായി BJP തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപിന്റെ ഈ വിധത്തിലുള്ള കുത്തിപ്പൊക്കലുകളൊന്നും ഏൽക്കില്ല. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച 67 സ്ഥാനാർത്ഥികളുടെ പട്ടികയിലാണ് ആർ ശ്രീലേഖയുടെ പേരും ഉൾപ്പെട്ടത്. തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തലസ്ഥാനത്തിന്റെ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഭരണമാണ് BJP വാഗ്ദാനം ചെയ്യുന്നതെന്നും വികസിത അനന്തപുരി എന്നത് പാർട്ടിയുടെ ഉറപ്പാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച